വീണപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ കൊണ്ട് വെച്ച് ഇടിച്ചു. കണ്ട. വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പം ഷാഡോഫെക്സ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ച് ഡേ 12 ഇന്ന്. നമുക്ക് വണ്ടി എൻജിൻ പണിയായി. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ തൽക്കാലം ഓടാൻ കണക്കിന് കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. രാവിലെ തന്നെ നമ്മളിവിടെ സിറ്റിയിലൊന്ന് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയണത് 7:16 കറക്റ്റ് 7 മണിക്ക് 6:59 ഓണാക്കിയതാ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുവരെ ഓർഡറൊന്നും അടിച്ചിട്ടില്ല. ഷാഡോഫെക്സ് വന്ന് ഭയങ്കര തേപ്പ് കേട്ടോ. പറ്റും. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. കഫേ ശുഭാങ്കോണ് കേട്ടോ. ഗൈസ്, അപ്പോൾ കൊറോക്കോണം ജംഗ്ഷൻ എത്തി കേട്ടോ. ഇവിടെ നേരെ പോയാണ് ശുഭാങ്ക്, കഫേ ശുഭാങ്ക് കേട്ടോ. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. നൈറ്റ് നോക്കില്ല കേട്ടോ. എന്തിനാണ് 0420. ഓ, ചെറിയ ചാനലുണ്ട് യൂട്യൂബിലെ. ഇപ്പൊ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഈ ഫാൻസിന്റെ ഒരു യൂട്യൂബിൽ ചെറിയൊരു ചാനലുണ്ട്. DJ. ഗൈസ്, ഫുഡ് എടുത്തിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞുതരാം. ചാനലിന്റെ പേര് ട്രാവൽ ഈറ്റ് വിത്ത് ഗോകുൽ. ഈറ്റ് വിത്ത് ഗോകുൽ. ഗോകുൽ GOKUL. ഗൈസ്, ഫുഡ് എടുത്തിട്ടുണ്ട്. മസാല ദോശയും ഒണിയൻ ഊത്തപ്പവും കാരാബാത്തും ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. ഗൈസ്, എൻ്റെ ബാഗ് മാറ്റാനുള്ള സമയമായി. അതിക്രമിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ബാഗ് മാറ്റണം കേട്ടോ. മൊത്തം പോയത് സാധനം. ഗൈസ്, കൊടുക്കാനുള്ളത് പാറോട്ട് പോകണം കേട്ടോ. പാറോട്ട് പോകണം. ഗൈസ്, ഫട്ട റൂട്ടാണ് പോകാനുള്ളത്. പാറോട്ട് പോകണം കേട്ടോ. LIC ലൈനാണ് ഇതിൽ കാണിക്കണേ. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പിസ്സ ക്യാൻസൽ ആയില്ലേ. സംഭവേ ഇവിടുന്ന് എടുത്തപ്പോ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. സംഭവം വീട്ടിൽ എത്തിയപ്പോ പാറക്കല്ല് പോലെയായി, മരം പോലെയായി. ഒരുമാതിരി ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഒരുമാതിരി ടേസ്റ്റ് പോയി മൊത്തം. പിസ്സ ചൂടുവെള്ള കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ. ഇവിടെയാണ് കാണിക്കണേ. അയ്യാ, നോക്കിട്ട് പോവാല്ലേ. ഗൈസ്, അപ്പൊ ഫുഡ് കൊടുക്കട്ടെ. ഗൈസ്, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ്. ഇവിടെ വന്നുള്ള ഇതാണ് ഗുണം എന്ന് പറഞ്ഞാലേ, ഈ ഭാഗത്ത് നമ്മൾ ഓടിയ അടുത്ത ഓർഡർ ചിന്നൂസിലേ അടിക്കുള്ളൂ, അല്ലെങ്കിൽ പാരഗൺ. ഈ രണ്ട് ഹോട്ടലിലല്ലാതെ വേറെ ഓർഡറേ അടിക്കൂല. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ആംബുലൻസ് കിടക്കുന്നേട്ടാ. ചായ കുടിക്കാൻ വന്നേരി.
ഗൈസ് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ അടുത്ത ഓവറും അടിച്ചിട്ട് 2 ഓവർ അടിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഓവർ റെഡി ആയിട്ടുണ്ട്. 0736. ഫസ്റ്റ് ഓവർ ഐറ്റം എന്ന് പറയണത് പൂരി മസാലയാണ് കേട്ടോ. ഫസ്റ്റ് ഓവർ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓവറും കൂടെ റെഡിയായാൽ നമുക്ക് പോവാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഓവർ എന്ന് പറയുമ്പോൾ ഗീ ദോശ, പുട്ട്, കടലക്കറി, ബോയിൽഡ് എഗ്ഗ് കേട്ടോ, 2 പീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ 2 ഓവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുക്കാളെന്ന് പറയുന്നത് ഗൗരീശപട്ടമാണ്. ഗൗരീശപട്ടം. അയ്യോ, മാപ്പ് ഇട്ടില്ല, മറന്നുപോയി. ഗൈസ്, മിന്നൽ ബസ് പോണ ഗൈസ്. മിന്നൽ ബസ്, മിന്നലല്ല, അതേപോലെ ഇരിക്കുന്ന കേട്ടോ. മിന്നലല്ല, അല്ലല്ല, സൂപ്പർ ഫാസ്റ്റാണ്. രണ്ടാം മിന്നൽ തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ മിന്നലാണ്. മിന്നൽ പോലെ തന്നെ കേട്ടോ, മിന്നൽ ബസ് പോലെ തന്നെ. പക്ഷെ എഴുത്തൊന്നുമില്ല. പെട്ടെന്ന് കണ്ടാ മിന്നൽ എന്ന് പറയുള്ളൂ. പിന്നെ പെട്രോൾ അടിച്ചത് എന്ന് പറയണത് 160 രൂപ കേട്ടോ. 160 പൈസ. അപ്പം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഓവർ ഇവിടെയാണ്, സെക്കൻഡ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. സമയമുണ്ട് കേട്ടോ, സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ശരി, ഓക്കെ. കറക്റ്റ് നോക്കിയില്ല വിഷയം. അപ്പൊ ഈ ഓവറിന് കിട്ടിയത് 39 രൂപയാണ്. അപ്പൊ അടുത്ത ഓവർ കൊടുക്കാളെന്ന് പറയണത് ഉള്ളൂരാണ് കേട്ടോ, യാന ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ശബ്ദം മനസ്സിലായി കാണും കേട്ടോ വണ്ടിയില്. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇങ്ങനെ ഓവർ അടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇത് മറ്റത് ഒരു ഓവർ കൊണ്ടുപോയി മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഓവർ അടിക്കുന്നത്. ഇങ്ങനെ ക്ലബ്ബിഡ് ഓവറിന് അടിച്ചാൽ കുഴപ്പമില്ല. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. യാന ഹോസ്പിറ്റലാണ്. അപ്പൊ ഇത് നമ്മള് സ്ഥിരം കൊടുക്കുന്ന ഓർഡർ തന്നെ കേട്ടോ. വരുമ്പോ എല്ലാം മിക്ക ദിവസവും ഇവിടെ കിട്ടും. ഇവിടെയാണ് സാധാരണ വണ്ടി വെക്കണം. ഇവിടെ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകണേ ചെയ്യണം കേട്ടോ. ശരി, ഓ ഗൈസ്, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കില്ല കേട്ടോ, എത്ര രൂപ കിട്ടി നോക്കിയില്ല. എന്തായാലും നോക്കിയിട്ട് പോവാല്ലേ. 30 രൂപയാണ് കിട്ടിയത്. അപ്പൊ അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ എന്ന് പറയുമ്പോൾ നമ്മളെ പാരഗൺ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്ന മിക്ക ദിവസങ്ങളിലും പാരഗൺ റെസ്റ്റോറൻറ്റ് മാത്രമേ ഓവർ അടിക്കൂ. പാരഗണിൽ ചില സമയത്ത് നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. അതുപോലെ എക്സ്പെൻസീവ് ആണ്, ഫുഡും എക്സ്പെൻസീവ് ആണ്. ഫുഡും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഫുഡ് ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. 1650 കേട്ടോ. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഓർഡർ നമ്പറാണ് 1650. അപ്പോൾ ഐറ്റം എന്ന് പറയണത് കടലക്കറി, ഉഴുന്നുവടയും ഇടിയപ്പം, പിന്നെ അപ്പമാണ് കേട്ടോ. അപ്പോൾ കൊടുക്കാനുള്ളത് കൊച്ചുവേളിയാണ് കേട്ടോ. കൊച്ചുവേളിയിലാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ലോങ് അടിച്ചു വിട്ടു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കാഴ്ച. തിരിച്ച് റിട്ടേൺ അടിക്കൂല. നമുക്ക് നഷ്ടമാണ്. റിട്ടേൺ അടിച്ചാൽ മാത്രമേ നമുക്ക് മുതലാവുള്ളൂ. റിട്ടേൺ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. ചിലപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ തിരിച്ച് ക്യാഷ് ഹൗസ് അങ്ങനെ വരുമ്പോൾ മാത്രമേ റിട്ടേൺ അടിക്കൂ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് വൻ നഷ്ടവും. ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഗൈസ് ഡ്രൈവിംഗ് പഠിപ്പിക്കണേ ബാക്കിൽ നിന്ന് വണ്ടിയിലില്ല ഹാണടി എന്നായിട്ട് എന്ത് ചെയ്യും നമ്മളിങ്ങനെ കയറി പോവാം. ഇല്ല ഞാൻ ലാസ്റ്റ് ചെന്നിട്ട് ഇടത്തോട്ട് പോട്ടെ ഗൈസ്. അപ്പം ലാസ്റ്റ് ചെന്നിട്ട് ഇടത്തോട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എഫാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ലിഫ്റ്റ് എടുത്തില്ല, നൈസായിട്ടിലേക്ക് ഇറങ്ങി പോവാം. ശരി ഗൈസ് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് 59 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്ഡേറ്റ് ആവാൻ കണ്ട ഭയങ്കര പാടാണ്. ഓവർ അടിച്ചിട്ടില്ല, ചിലപ്പോൾ ഉടനെ അടിക്കും കേട്ടോ. ഇത്രയും ഓവറായ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം നമ്മളെ ഹോട്ടൽ ചിന്നൂസ് ഇല്ലേ, ഹോട്ടൽ ചിന്നൂസിൽ നമുക്ക് അധികം ഓവർ അടിച്ച്, ക്ലബ്ബിഡ് ഓവർ ഇഷ്ടം 2 അടിച്ച്. ഇതാണ് കുഴപ്പം ഗൈസ്. ഇനി റിട്ടേൺ അടിക്കാന്നുണ്ടെങ്കിൽ ആക്കുളം കഴിയണം. ഇതുവരെ ഓവർ അടിച്ചിട്ടില്ല, ഇതൊക്കെയാണ് കുഴപ്പം. റിട്ടേൺ നമ്മൾ തിരിച്ച് ആക്കുളം അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് കേശവദാസൂർ എത്തുമ്പോൾ അടി. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. റിട്ടേൺ കിട്ടൂല. അതാണ് തീരെ ലോങ് ഷാഡോഫെക്സിൽ ലോങ് പോയി ആൾക്കാർ മടിക്കുന്നത്. ആൾക്കാർ മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെ. ഓ ബസ്സിൽ വരണ്ട പേടിയോ ഗൈസ്. അപ്പൊ ഇവിടെയൊക്കെയാണ് സിഗ്നലിന്റെ ആവശ്യം കേട്ടോ. 4:30 ക്രോസ് ചെയ്ത് വണ്ടികൾ വരണോണ്ടേ ഇവിടെയാണ് സിഗ്നലിന്റെ ആവശ്യമുള്ളിടത്ത് വയ്ക്കൂല കേട്ടോ. എന്ത് ചെയ്യോ അല്ലേ ഗൈസ്. അപ്പൊ അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. ഗൗരി നിവാസ് ഹോട്ടലാണ് ഇവിടെ, നമ്മളെ മെഡിക്കൽ കോളേജ് കേട്ടോ. ഇവിടെ ആക്കുളം എത്താറായപ്പോഴാണ് ഓവർ അടിച്ചത്. അതാണ് പ്രശ്നം. ലോങ് പോയാലേ ഇപ്പൊ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഓവർ അടിച്ചത്. അപ്പൊ നമുക്ക് നഷ്ടവും. ആ 10:24. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് 40:24 കേട്ടോ. ഐറ്റം എന്താണെന്ന് നോക്കിയില്ല കേട്ടോ. ഫോണ് നമ്മളെ വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. നോക്കട്ടെ. 40:24 ഐറ്റം എന്ന് പറയണത് ഇപ്പൊ പറഞ്ഞുതരാം. പൂരി മസാല വാടയാണ് കേട്ടോ. കമാൺ. ഓക്കെ. അപ്പൊ കൊടുക്കാനുള്ള ഉള്ളൂരാണ്, അർച്ചന നഗർ. അർച്ചന നഗറാണ് കൊടുക്കാനുള്ളത്. സംഭവം ഇവിടെ ഗൈസ് ഇത്ര തിരക്കേ ഉള്ളൂ കേട്ടോ. 1-2 വണ്ടിയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തിരക്കല്ലേ. ആ റൂട്ടും ഇല്ലേ, അതിലേക്കൂടെ കയറിപ്പോ അങ്ങോട്ടാണ് കാണിക്കണം. അപ്പൊ ഇതിലെ പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പോ.
ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നു കേട്ടോ. സിഗ്നലിൽ വീണപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ കൊണ്ട് ഇടിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. വേണ്ട പോയി കേട്ടോ. സൈലൻസറിൽ കയറി ഇടിച്ച് പൊള്ളി. വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര നീറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് ബാൻഡേജ് വാങ്ങി ചുറ്റണം. ഒരു പെണ്ണും പിള്ള ഇത് റെഡ് സംഭവം റെഡ് വീണപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവച്ച് നിർത്തിയപ്പോൾ അവർ ബാക്കിൽ കൊണ്ടുവച്ച് ഒറ്റ അതിൻ്റെ ചറപറ ബാക്കിൽ നിന്ന് ഇഷ്ടംപോലെ വണ്ടികൾ ചറപറ വരും. ഈ ഡാമേജ് ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. ഗൈസ് അപ്പോൾ ഇത് പൊട്ടി കേട്ടോ. പക്ഷെ എന്തൊരു പറയാന്ന് നോക്കിയോ. ഗൈസ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 9882 ബാഗ് അത്രയും പോയി ഗൈസ്. അപ്പോൾ ഇന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ വണ്ടിക്ക് വല്ലതും ഉണ്ടോയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ അറിയാവൂ. സ്റ്റമ്പ് ബെൻഡായെന്ന് തോന്നണം. പിന്നെ ബാക്കിൽ മറ്റേ ഇത് പൊട്ടി. അത് പ്രതീക്ഷിച്ച് വീഴുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇത്രയും സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ട് യുവന്മാർ കൊണ്ട് കയറിയതാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത് കേട്ടോ. കാല് ഭയങ്കര നീറ്റല്. ഗൈസ് ഓർഡർ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അവിടെ പെട്ടെന്ന് കേട്ടോ. ഓർഡർ ഫുള്ള് കളഞ്ഞനെ. ഓർഡർ എടുക്കണതിന് മുമ്പായിരുന്നു. കുഴപ്പമില്ല. വല്ല കളഞ്ഞാന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഒന്നും പോയില്ലെന്നാണ് തോന്നണേ. ഗൈസ് പവർ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. കാല് നല്ല നീറ്റലുണ്ട്. ബസ് സ്റ്റോപ്പ് ഇത് താനേ നിങ്ങൾക്ക് താനേ. அது கொஞ்சம் அந்த சைலன்சர் இல்லையா அதுக்கு இது வெந்துடுச்சு. சின்ன ஆக்சிடென்ட். இந்த சிக்னல்ல கொண்டு ஸ்டாப் பண்ணும்போது பின்னாடி ஒரு பொம்பளை வந்த ஸ்பீடா வந்து ஏத்துது. அதுக்கு பின்னாடி ரெண்டு பைக்கும் ஏத்திட்டேன். அதான் லேட் ஆயிடுச்சு. சரி കൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാൻ പറ്റിയില്ല. സോറി ഗൈസ്. ഷാഡോ എഫക്ട്സ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചേഞ്ച് ഡേ 12 നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ 563 രൂപയാണ് കേട്ടോ. 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണി ആയില്ല അതിന് മുമ്പേ കവർ ചെയ്ത്. പിന്നെ ഈ കാലിൽ പ്രശ്നമായതുകൊണ്ട് പൊടി അടിക്കണോണ്ട് വന്ന് മരുന്ന് പോയി വച്ച് കെട്ടണമായിരുന്നു. ഇപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ മുറിവായിട്ടൊന്നുമില്ല കേട്ടോ. തൊലി പോയി. അപ്പോൾ നീറ്റലുണ്ട്. അപ്പോൾ മരുന്ന് മറ്റേ അയോഡിൻ്റെ മരുന്നില്ലേ അതും തേച്ച് ഫുള്ള് പഞ്ഞി വെച്ച് കെട്ടി. ഗൈസ് നമുക്ക് ഡേ 12 നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് പറഞ്ഞല്ലോ 563 രൂപയാണ്. അപ്പോൾ 160 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 160 രൂപ മൈനസ് ചെയ്തിട്ട് 403 രൂപയാണ് നമ്മളെ ഡേ 12 നമ്മളെ പ്രോഫിറ്റ്. ഗൈസ് അപ്പോൾ നമുക്ക് 1 മുതൽ ഡേ 12 വരെ നമുക്ക് ഷാഡോ എഫക്ട്സ് ഫുഡ് ഡെലിവറി ചാലഞ്ച് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 8283 രൂപയാണ് നമ്മളെ ടോട്ടൽ എമൗണ്ട്. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.